ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് എക്സ് വാല്യൂ ആണ്. റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് വൈ വാല്യൂ ആണ്. ഫ്രം ദ ഡെഫിനിഷൻ നമുക്ക് എന്ത് പറയാൻ പറ്റും? സൈൻ എക്സ് എന്ന് പറയുന്നത് -1നും 1നും ഇടയ്ക്കാണ്. കോസ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? -1നും 1നും ഇടയ്ക്കാണ്. ബേസിക്കലി സൈൻ എക്സ് വൈക്കൽ ടു കോസ് എക്സ് എന്താണ്? ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. ഏത് റിയൽ നമ്പറിനും സൈൻ എക്സും കോസ് എക്സും ഡിഫൈൻ ആണ്. പക്ഷേ റേഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ഏത് സൈൻ എക്സിൻ്റെ ഗ്രാഫ് വരച്ചാലും കോസ് എക്സിൻ്റെ വാല്യൂ വരച്ചാലും 1ന് മണ്ടയിൽ ഒരു വാല്യൂവും പോവില്ല. അതായത് ഇവിടെ 0 to 2π വരെ എന്ത് ചെയ്യാണ്? ഒരു ബിഹേവിയർ ആണ്. പിന്നെ അതേ ബിഹേവിയർ നമ്മൾ എന്ത് ചെയ്യുന്നു? റിപ്പീറ്റ് ചെയ്യുന്നു. ഇതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? 1 ടൈം പീരിയഡ് എന്ന് വിളിക്കുന്നു. കാരണം 2π റീഡിങ് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ബിഹേവിയർ വീണ്ടും എന്ത് ചെയ്യുന്നു? റിപ്പീറ്റ് ചെയ്യുന്നു. ബിഹേവിയർ നോക്കുക. 0 സ്റ്റാർട്ട് ചെയ്യുന്നു, π/2 മാക്സിമം എത്തുന്നു, πയിൽ വീണ്ടും 0 എത്തുന്നു, 3π/2 -1 എത്തുന്നു, 2πയിൽ വീണ്ടും എത്തുന്നു, 0 എത്തുന്നു. ഓക്കെ, അപ്പം ഇത് എന്ന് പറയുന്നത് ഏതാണ്? 3π/2. ഇതാണ് സൈൻ എക്സിൻ്റെ ബിഹേവിയർ. കോസ് എക്സിൻ്റെ ഗ്രാഫും അതുപോലെ തന്നെ നമ്മൾ ആ യൂണിറ്റ് സർക്കിളിൽ കണ്ടുപിടിച്ച അതേ ബിഹേവിയർ തന്നെയാണ് ഇവിടെയും കാണിക്കുന്നത്. ഓക്കെ, ഈ ഒരു വാല്യൂ ഏതാണ്? പഴയ പോലെ കോസ് എക്സിൻ്റെയും ഇതേതാണ്? 1 പീരിയഡ്. ഈ പീരിയഡ് ആണ് എന്ത് ചെയ്യുന്നത്? റിപ്പീറ്റ് ചെയ്യുന്നത്. ഈ ഒരു വാല്യൂ ആണ് 3π/2. കോസ് എക്സിൻ്റെ ഗ്രാഫ് 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, 0യിൽ എത്തുന്നു, അവിടുന്ന് -1ൽ 0യിൽ 0 ആണ്, π/2ൽ 0യിൽ 1 ആണ്, π/2ൽ 0 ആണ്, πയിൽ -1 ആണ്, 3π/2ൽ 0 ആണ്, 2πയിൽ വീണ്ടും 1ൽ എത്തുന്നു. ഒരു കംപ്ലീറ്റ് സൈക്കിൾ എന്ത് ചെയ്യുന്നു? തീർക്കുന്നു. ഇത്രയാണ് ബേസിക്കായിട്ട് സൈൻ എക്സിൻ്റെയും കോസ് എക്സിൻ്റെയും എന്തെന്ന് പറയുന്നത്? ബിഹേവിയർ എന്ന് പറയുന്നത്. ഇനി ആ ഗ്രാഫിൽ നിന്ന് ഒബ്സർവ് ചെയ്തതാണ്. ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്താണ്? സൈൻ എക്സ് ഇൻക്രീസസ് ഫ്രം 0 to π/2. ഓക്കെ, ഫസ്റ്റ് ക്വാഡ്രന്റിൽ എന്താണ്? ആസ് എക്സ് ഇൻക്രീസസ് ഫ്രം 0 to π/2 സൈൻ എക്സ് ഇൻക്രീസസ് ഫ്രം 0 to 1. നോക്കുക, സൈൻ എക്സിൻ്റെ വാല്യൂ 0 to 1ൽ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ആസ് എക്സ് ഇൻക്രീസസ് ഫ്രം π/2 to π, π/2 പൈയിലോട്ട് എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സൈൻ എക്സ് ഡിക്രീസസ് ഫ്രം 1 to 0, അതിൻ്റെ വാല്യൂ 1 to 0യിലോട്ട് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. തേർഡ് ക്വാഡ്രന്റിൽ എന്താണ്? ആസ് ഇൻക്രീസസ് ഫ്രം π to 3π/2. നോക്കുക, π to 3π/2. ഈ കാണുന്ന വാല്യൂ ഏതാണ്? 3π/2. 3π/2. സൈൻ എക്സ് ഡിക്രീസസ് ഫ്രം 0 to -1. അതെവിടെ നിന്ന് വരെയാണ്? 0 തൊട്ട് -1 വരെ എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, ആ നാലാമത്തെ റീജിയൻ ഇതാണ്. 0 to -1 എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരാം. 0 to -1 എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. അതായത് 0 to -1 എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. അടുത്തത് നെക്സ്റ്റ് വൺ, ഫോർത്ത് ക്വാഡ്രന്റിൽ എന്താണ്? സൈൻ എക്സ് ഇൻക്രീസസ് ഫ്രം -1 to 0. നോക്കുക, -1 to 0 ഫോർത്ത് ക്വാഡ്രന്റിൽ ഇൻക്രീസ് ചെയ്യുന്നത് ഇതാണ്. 3π/2 to 2π എന്ത് ചെയ്യുന്നു? സൈൻ എക്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു, അതായത് -1ൽ നിന്ന് 0യിലേക്ക്. നമ്മൾ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ ബിഹേവിയർ ഈ രീതിയിലാണ്. ഓക്കെ, ശ്രദ്ധിക്കുക, എന്തായിരിക്കും? സൈൻ എക്സ് ഫസ്റ്റ് ക്വാഡ്രന്റ് ഇൻക്രീസസ് ഫ്രം 0 to 1, സെക്കൻഡ് ക്വാഡ്രന്റ് ഡിക്രീസസ് ഫ്രം 1 to 0, തേർഡ് 0 to -1. ഈ കാണുന്നു ഫോർത്ത് ക്വാഡ്രന്റ് ഇൻക്രീസസ് ഫ്രം -1 to 0. കൊസീക് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 1/sin x ആണ്. ഡൊമൈൻ ഓഫ് കൊസീക് എക്സ് എന്ന് പറയുന്ന സെറ്റ് ഓഫ് റിയൽ നമ്പർ. എക്സിൻ്റെ വാല്യൂ n/i അല്ല. എന്തുകൊണ്ടാണ്? എക്സിൻ്റെ വാല്യൂ n/i ആയി കഴിഞ്ഞാൽ കൊസീക് പൈ എന്ന് പറയുന്നത് എത്രയാണ്? 1/sin π വരും. 1/0 ഡിഫൈൻഡ് അല്ല. സോ റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് y ഗ്രേറ്റർ ദാൻ 1 അല്ലെ y ലെസ് ദാൻ 1. അതാണ് എന്തെന്ന് പറയുന്നത്? കൊസീക് എക്സിൻ്റെ ഡൊമൈനും റേഞ്ചും.
ഇത് കൊസീക് എക്സിൻ്റെ ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും, കാണുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. ഈ ഒരു ഗ്രാഫ് നോക്കുക. കൊസീക് എക്സ് സെറ്റ് ബിലോങ് ടു ആർ നോട്ട് ഈക്വൽ ടു n പൈ, അതായത് പൈ എന്ന് പറയുന്ന വാല്യൂവിൽ, സോറി കൊസീക് എക്സിൻ്റെ ഗ്രാഫ് പൈ എന്ന് പറയുന്നിടത്ത് വാല്യൂ ഡിഫൈൻഡ് അല്ല. കാരണം ഒന്നെങ്കിൽ അത് വളരെ വളരെ ലാർജ് വാല്യൂ ആയിരിക്കും, ഇൻഫിനിറ്റി അല്ല മൈനസ് ഇൻഫിനിറ്റി എന്നുള്ള രീതിയിലാണ് ഇവിടെ ഗ്രാഫ് നോക്കുക. പൈൽ വാല്യൂ ഡിഫൈൻഡ് അല്ല. y ഈസ് ഈക്വൽ ടു സൈൻ എക്സ്. അപ്പം എക്സ് നോട്ടിക്കൽ n പൈ എന്ന് പറഞ്ഞാൽ പൈ വരത്തില്ല, മൈനസ് പൈ വരത്തില്ല, 2π വരത്തില്ല, 4π വരത്തില്ല. അതാണ് എക്സ് നോട്ട് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് പൈ, പ്ലസ് ഓർ മൈനസ് 2π, പ്ലസ് ഓർ മൈനസ് 3π എന്നുള്ള രീതിയിൽ. അവിടെ എല്ലാം സൈൻ എന്തല്ല ഡിഫൈൻഡ് അല്ല, സൈൻ ഡിഫൈൻഡ് അല്ല, 1/0 ഡിഫൈൻഡ് അല്ല. അതുപോലെ തന്നെ വൈയുടെ വാല്യൂ ഒന്നെങ്കിൽ ഗ്രേറ്റർ ദാൻ 1, അതുകൊണ്ടാണ് ഇതുപോലെ ഇരിക്കുന്നത്, അല്ലെ വൈയുടെ വാല്യൂ ലെസ് ദാൻ 1. നമ്മുടെ സൈനിൻ്റെ ഗ്രാഫ് ഇക്വലൻ്റ് ആയിട്ട് ഇവിടെ എന്ത് ചെയ്യുക, പ്ലോട്ട് ചെയ്യുക. അതിൻ്റെ എന്ത് വരയ്ക്കുക, ഇൻവേഴ്സ് ആണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, വരച്ചിരിക്കുന്നത് ഈ ഒരു രീതി. സൈൻ എക്സിൻ്റെ ഗ്രാഫ് ഇവിടെ വരയ്ക്കുക. നോക്കുക, സൈൻ എക്സ് 1 ഉള്ളപ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് 1 തന്നെയാണ്. സൈൻ എക്സ് 0 ഉള്ളപ്പോൾ 1/0 എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. സൈൻ എക്സിന് വേണ്ടി വീണ്ടും 0 ഉള്ളപ്പോൾ അത് ഏകദേശം പോസിറ്റീവ് ആണ്, അതുകൊണ്ടാണ് ഗോയിങ് ടു ഇൻഫിനിറ്റി. ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 1/0 പ്ലസ് എന്ന് പറയുന്നത് എത്രയാണ്, ഇൻഫിനിറ്റി ആണ്. 1/0 മൈനസ് എന്ന് പറയുന്നത് എത്രയാണ്, മൈനസ് ഇൻഫിനിറ്റി. ഇവിടെ ഏകദേശം 0 പ്ലസ് ആണ്, അതുകൊണ്ടാണ് എൻ്റെ ഇൻവേഴ്സ് എങ്ങോട്ട് പോകുന്നത്, ഇവിടെ ഏകദേശം ചെറിയ 0യുടെ അടുത്തുള്ളൊരു വാല്യൂ ആണ്, പോസിറ്റീവ് ആണ്, അതുകൊണ്ടാണ് അത് പോസിറ്റീവ് ഇൻഫിനിറ്റിയിലോട്ട് പോകുന്നത്. ഇവിടെ ഏകദേശം വാല്യൂ എത്രയാണ്, 0 മൈനസ് എന്ന് പറയുന്നത് 0യുടെ അടുത്താണ്, പക്ഷേ നെഗറ്റീവിലാണ്, അതുകൊണ്ടാണ് അതിൻ്റെ ഇൻവേഴ്സ് എങ്ങോട്ട് പോകുന്നത്, മൈനസ് ഇൻഫിനിറ്റിയിലോട്ട് പോകുന്നത്. അപ്പം ഇതാണ് കൊസീക് എക്സിൻ്റെ വാല്യൂ, ഇതാണ് അതിൻ്റെ ഡൊമൈന്, ഇതാണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത്, റേഞ്ച് എന്ന് പറയുന്നത്. അടുത്തത് ഡൊമൈൻ ഓഫ് സീക്ക് എക്സ് എന്ന് പറയുന്നത് എത്രയാണ്, എക്സ് നോട്ടിക്കൽ 2n + 1 × π/2. എന്നിന് 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, എക്സ് നോട്ടിക്കൽ π/2. എന്തുകൊണ്ടാണ്, സീക്ക് π/2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും, 1/cos π/2. അത് വീണ്ടും എത്രയിലോട്ട് കിട്ടും, 1/0 കിട്ടും. അതുകൊണ്ടാണ്, അതുപോലെ അവിടുത്തെ റേഞ്ച് എന്ന് പറയുന്നത് എത്രയാണ്, y belong to r, y less than -1 greater than 1 എന്നുള്ള രീതി നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് പറയുന്നത്. ഇനി ശ്രദ്ധിക്കുക, ഓക്കെ, ഈ ഒരു ഗ്രാഫ് ശ്രദ്ധിക്കുക. ഇതാണ് സീക്ക് എക്സിൻ്റെ ഗ്രാഫ്. ഈ സീക്ക് എക്സിൻ്റെ ഗ്രാഫ് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്, നമ്മൾ കോസ് എക്സിൻ്റെ ഗ്രാഫ് വരയ്ക്കുക, എന്നിട്ട് അതിൻ്റെ എന്ത് വരയ്ക്കുക, ഇൻവേഴ്സ് വരയ്ക്കുക. നോക്കുക, ഇവിടെ 0 ഉള്ളപ്പോൾ 1 ഉള്ളപ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് 1 കിട്ടും. ഇവിടെ ഏകദേശം 0യുടെ പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂ ആയതുകൊണ്ട് അത് എങ്ങോട്ട് പോകുന്നു, ഇൻഫിനിറ്റിയിലോട്ട് പോകുന്നു. നോക്കുക, ഇവിടുത്തെ വാല്യൂ 0 പ്ലസ് ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടുത്തെ വാല്യൂ എത്രയായിരിക്കും, 0 മൈനസ് ആയിരിക്കും. അതുകൊണ്ടാണ് അതിൻ്റെ ഇൻവേഴ്സ് എങ്ങോട്ട് പോകുന്നത്, മൈനസ് ഇൻഫിനിറ്റിയിലോട്ട് പോകുന്നത്, ഇതിൻ്റെ ഇൻവേഴ്സ് പോസിറ്റീവ് ഇൻഫിനിറ്റിയിലോട്ട് പോയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ എത്രയായിരിക്കും, 0 മൈനസ്, അതുകൊണ്ടാണ് അതിൻ്റെ ഇൻവേഴ്സ് 1/0 മൈനസ്, 0യുടെ അടുത്തുള്ള ഒരു നെഗറ്റീവ് ആണ് കോസ് എക്സ്, അതിൻ്റെ ഇൻവേഴ്സ് നെഗറ്റീവ് ഇൻഫിനിറ്റിയിലോട്ട് പോന്നിരിക്കുന്നത്. അതുപോലെ ഇവിടുത്തെ വാല്യൂ എത്രയായിരിക്കും, 0 പ്ലസ്, അതുകൊണ്ടാണ് അതിൻ്റെ ഇൻവേഴ്സ് എങ്ങോട്ട് പോന്നിരിക്കുന്നത്, പോസിറ്റീവ് ഇൻഫിനിറ്റിയിലോട്ട് പോന്നിരിക്കുന്നത്. സോ 1/0 പ്ലസ് ഇൻഫിനിറ്റി, 1/0 മൈനസ് എത്രയായിരിക്കും, നെഗറ്റീവ് ഇൻഫിനിറ്റി. ഓക്കെ, അപ്പം അതുപോലെ തന്നെ കോസ് എക്സിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ആയിരിക്കും, നോട്ട് ഈക്വൽ 2n + 1 × π/2. നോക്കിക്കോണം, π/2 വാല്യൂ ഡിഫൈൻഡ് അല്ല. അതായത് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്തായിരിക്കും, എക്സ് നോട്ട് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് π/2, പ്ലസ് ഓർ മൈനസ് 3π/2. ഇവിടെ എല്ലാം വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് എന്ന് പറയും, വാല്യൂ ഡിഫൈൻഡ് അല്ല. റേഞ്ച് ഈസ് ദ സെറ്റ് ഓഫ് y ലെസ് ദാൻ 1 അല്ലെ y ഗ്രേറ്റർ ദാൻ 1. എന്തുകൊണ്ടാണ്, റെസിപ്രോക്കൽ ആണ്, 1നും -1നും ഇടയ്ക്കാണ് കോസ് എക്സ് എങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് 1ൽ കൂടുതലും 1ൽ കുറവായിരിക്കും. ബ്ലൂ ഗ്രാഫ് നോക്കുക, സീക്ക് π/2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും, 1/cos π/2. അതുകൊണ്ടാണ് 1/0. അതുകൊണ്ട് എക്സ് നോട്ട് ഈക്വൽ ടു 2n + 1 ×
π/2. അതായത് എക്സ് നോട്ട് ഈക്വൽ ടു π/2 എന്ന് പറഞ്ഞാൽ എന്താണ്? സീക്കിന് വാല്യൂ 1/0 എന്നുള്ള രീതിയിൽ വരും. അതുകൊണ്ടാണ് π/2ലും 3π/2ലും +or-π/2 +or-3π/2ലും വാല്യൂ ഡിഫൈൻഡ് അല്ലാത്തത്. കാരണം എന്തുകൊണ്ടാണ്? കോസ് 0 ആവും. കോസ് 0 ആണ് സീക്ക് ഡിഫൈൻഡേ അല്ല. സൈനിൻ്റെ വാല്യൂ ഇവിടെ ഏകദേശം പോസിറ്റീവ് ആണ്. എന്തുകൊണ്ടാണ്? 0യുടെ അടുത്തുമാണ്, ലേശം പോസിറ്റീവ് ആണ്. അപ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് 1/0 പ്ലസ് 1/0 പ്ലസ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? ഇൻഫിനിറ്റി വരും. അതുകൊണ്ടാണ് ഇത് ഇൻഫിനിറ്റിയിലോട്ട് പോന്നിരിക്കുന്നത്. ഇവിടുത്തെ വാല്യൂ ലേശം നെഗറ്റീവ് ആണ്, 0 മൈനസ് ആണ്. എന്ന് വെച്ചാൽ 0 മൈനസ്, ഇവിടെ 0 പ്ലസ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? 0 പ്ലസ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് 0.00001. 0 മൈനസ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് നെഗറ്റീവ് 0.0001 എന്നുള്ളൊരു വാല്യൂ. അപ്പം ഇതായിരിക്കും കോസെക്സിൻ്റെ ഗ്രാഫ്. കോസെക്സിൻ്റെ ഗ്രാഫിൻ്റെ ഇൻവേഴ്സ് റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും. സീക്കെക്സ്. ഇത് 1 വരുന്നതുകൊണ്ട് അതിൻ്റെ ഇൻവേഴ്സ് 1 കിട്ടും. 0 പ്ലസ് വരുന്നതിൻ്റെ ഇൻവേഴ്സ് പോസിറ്റീവ് ഇൻഫിനിറ്റിയിലോട്ട് പോകും. ഇവിടെ 0 മൈനസ് വരുന്നുണ്ട്, അതായത് നെഗറ്റീവ് ഇൻഫിനിറ്റിയിലോട്ട് പോകും. ഇവിടെ നോക്കുക 0 മൈനസ്, അതായത് ബിലോ എക്സ് ആക്സിസ് ആണ്. 0യുടെ അടുത്തുകൊണ്ടിരിക്കുകയാണ്, നെഗറ്റീവ് സൈഡിലുമാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഇൻവേഴ്സ് നെഗറ്റീവ് ഇൻഫിനിറ്റി പോകുന്നത്. ഇവിടെ 0യുടെ അടുത്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ ജസ്റ്റ് പോസിറ്റീവ് ആണ്. അതുകൊണ്ട് ഇൻവേഴ്സ് പോസിറ്റീവ് ഇൻഫിനിറ്റിയിലോട്ട് പോന്നിരിക്കുന്നത്. ഡൊമൈൻ ഓഫ് ടാൻ എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? കോസ് എക്സ് പോലെ തന്നെ എക്സ് നോട്ട് ഈക്വൽ ടു 2n + 1 × π/2. എന്തുകൊണ്ടാണ്? ടാൻ എക്സ് എന്ന് പറയുന്ന സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ്. ഡിനോമിനേറ്റർ സീക്ക് എക്സ് ആകാൻ പറ്റില്ല. അപ്പം ടാൻ എക്സിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ഏതിന് സിക്കലൻ്റ് ആണ്? സീക്ക് എക്സിന് സിമിലർ. കാരണം ഡിനോമിനേറ്റർ 0 ആകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ടാൻ എക്സിൻ്റെ ഗ്രാഫ് നോക്കുക. π/2ലും 3π/2ലും വാല്യൂ ഡിഫൈൻഡ് അല്ല. കാരണം എന്തുകൊണ്ടാണ്? വാല്യൂ ഇൻഫിനിറ്റിയിലോട്ട് പോകുന്നത്. ഇവിടെ നമുക്ക് എക്സ് നോട്ട് ഈക്വൽ ടു +or-π/2 +or-3π/2 എന്ന് പറയാം. റേഞ്ച് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. നമ്മൾ ടാനിൻ്റെ വാല്യൂ π/2 വരുന്നതനുസരിച്ച് ഇങ്ങനെ കൂടി വരും. ഓക്കെ, വളരെ വളരെ ലാർജ് വാല്യൂ കിട്ടും. ഡൊമൈൻ ഓഫ് കോട്ടക്സ് ഏതാണ്? നോട്ട് ഈക്വൽ ടു n/. അത് ഏതുപോലെ തന്നെയാണ്? സിമിലർ ടു cosec x. x not equal to n/. n belong to integer. x not equal to എന്താണ്? x not equal to n/. റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. കാരണം എന്തുകൊണ്ടാണ്? നോക്കുക, പൈ നോക്കുക, 2π നോക്കുക, -π നോക്കുക. അവിടെയൊന്നും എന്തല്ല? കോട്ട് ഡിഫൈൻഡ് അല്ല. പക്ഷേ y വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? വളരെ ലാർജ് ആണ്. ഏത് വാല്യൂ? നമ്മൾ 0യോട് അടുക്കുമ്പോഴത്തേക്കും കോട്ടിൻ്റെ വാല്യൂ വളരെ വളരെ കൂടും. എന്തുകൊണ്ടാണ്? ഇത് 0 ആയതുകൊണ്ടാണ് 0യോട് അടുക്കുന്നതുകൊണ്ട് ഇതിൻ്റെ റെസിപ്രോക്കൽ എങ്ങോട്ട് വരുന്നത്? വളരെ വളരെ ലാർജ്. ഇവിടെ നോക്കുക, അതാണ് ഇതിൻ്റെ കോറിലേഷൻ. ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം എത്രയാണ്? ഇത് 0 പ്ലസ്, ഇത് എന്ന് പറയുന്നത് ഏതാണ്? 1/0 പ്ലസ്. 1/0 പ്ലസ് എന്ന് പറയുന്നത് എങ്ങോട്ട് പോകും? ഇൻഫിനിറ്റിയിലോട്ട് പോകും. ഇവിടുത്തെ വാല്യൂ നോക്കുക, 0 മൈനസ്. അതുകൊണ്ടാണ് 1/0 മൈനസ് എന്ന് പറയുന്നത് എങ്ങോട്ട്? നെഗറ്റീവ് ഇൻഫിനിറ്റി. എന്തുകൊണ്ടാണ്? കോട്ടക്സ് എന്ന് പറയുന്നത് എന്താണ്? 1/tan x ആണ്. അതുകൊണ്ടാണ് ഈ ഒരു റിലേഷൻ സംഭവിക്കുന്നത്. ഓക്കെ, റേഞ്ച് ഇവിടെയും പഴയ പോലെ തന്നെ എന്താണ്? റിയൽ നമ്പേഴ്സ് ആണ്.